ശ്രീ പി വി ശ്രീനിധൻ. സർ, കോർപ്പസ് ഫണ്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ 2014 സർക്കുലറാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഈ പഴയ സർക്കുലർ നിലവിൽ നിൽക്കുന്നതിനാൽ പദ്ധതികൾ കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല സർ. കാരണം ST ഡിപ്പാർട്ട്മെൻറ്റ് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ SC ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ഈ വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ഈ സർക്കുലർ നിലനിൽക്കുന്നതിനാൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഈ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സർക്കുലർ മാറ്റി പുതിയ സർക്കുലർ ഇറക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമെന്നാണ്. സാർ, കോർപ്പസ് ഫണ്ടിൻ്റെ വിഷയം MLA ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ ടെക്നിക്കൽ സാങ്കേതികവിദ്യ ചില വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കോർപ്പസ് ഫണ്ടിൻ്റെ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമ്മൾ ശേഖരിച്ച് TDO മുഖേന നമ്മുടെ ജില്ലാതല വർക്കിംഗ് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ജില്ലാ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം രൂപയിൽ അധികരിക്കുന്ന വർക്കുകൾ സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പിലേക്കും 25 ലക്ഷത്തിൽ താഴെയുള്ളത് അത് ജില്ലാതലത്തിലും അംഗീകരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വിങ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തമായിട്ട് ഇല്ല എന്നുള്ളത് ശരിയാണ് സാർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പദ്ധതി സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾക്ക് തന്നെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും പലപ്പോഴും അവർ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇത് കാര്യങ്ങൾ കാലാനുസൃതമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്.